കങ്കുവ കങ്കുവ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററുകാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. അതായത് ഈ സിനിമ കണ്ടിട്ട് ഇൻ്റർവെല്ലിന് ആളുകൾ പുറത്ത് ചായയും അതുപോലെ സ്നാക്സൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങുമല്ലോ. അപ്പോൾ ആ സമയത്ത് അമൃതാഞ്ജൻ അല്ലെങ്കിൽ വിക്സ്, പാരസെറ്റാമോളോ, ഡോളോ ഈ വക സാധനങ്ങളും കൂടി അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ്, ഗ്യാരണ്ടി പറയാം, ചായയും സ്നാക്സും വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ തലവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങും. ഒരു ഒന്നൊന്നര ബിസിനസ്സാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സിനിമ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സംഭവം ഇത് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ശിവ ആണ് എന്നുള്ള കാര്യം ഇടയ്ക്കെപ്പോഴോ വെച്ച് മറന്നുപോയി. അതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത്. ശിവ എഴുതിയതാണ് എന്നുള്ള, അല്ലെങ്കിൽ ശിവയുടെ കഥയാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിനിമ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ തലപതി വിജയ് എന്നൊക്കെ എഴുതി കാണിക്കുന്ന സൂര്യയുടെ ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നുണ്ട്. ആ ഒരു സാധനം മാത്രമേ എനിക്ക് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ. പീരിയോഡിക് സാധനമൊക്കെ എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തട്ടിക്കൂട്ടി എടുത്ത് ഒപ്പിച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ടോ മോശമാവുന്ന പരിപാടിയല്ല. ഇത് കാശ് നല്ലതുപോലെ ചിലവാക്കിയിട്ടുണ്ട്. പഴയ സംഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ കാശ് ചിലവാക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള സാധനമാണ്. ചെവി, തല ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നും. അമ്മാതിരി ബഹളം. ഒരു നെന്മാറ വല്ലങ്ങിക്ക് വെടിക്കെട്ടിന് പോയാൽ പോലും നമുക്ക് അതിനുശേഷം ഇത്രയ്ക്കും തലവേദനയോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സിനിമയുടെ കഥയെ പറ്റി പിന്നെ പ്രത്യേകം ഒന്നും പറയണ്ട. സിറുത്തെ മുതൽ അങ്ങോട്ട് ഈ ശിവയുടെ എല്ലാ സാധനങ്ങളിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പാസം, ഒന്നിലെ തങ്കച്ചിപ്പാസം, ഒന്നിലെ കുട്ടിപ്പാസം, അണ്ണാം പാസം, അണ്ണച്ചിപ്പാസം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ എല്ലാത്തിലും കണ്ടു മടുത്തിരുന്ന സാധനം വീണ്ടും പാസം തന്നെ. പിന്നെ വികാരങ്ങൾ, പല പല വികാരങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു വികാരവും കാണുന്ന ഒരു മനുഷ്യനും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഫൈറ്റ്, പാട്ടുകൾ എല്ലാം ഉണ്ട്. എല്ലാം കുത്തി നിറച്ച് നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന എല്ലാ സാധനങ്ങളും ഭയങ്കരമായിട്ട് കുത്തി നിറച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഒരു വസ്തുവിന് നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നില്ല, നമുക്ക് ഫീൽ ആവുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വിവേകം സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മുടെ കാജൽ അഗർവാൾ ഇരുന്നിട്ട് അജിത്തിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാട്ട് പാടുന്ന പരിപാടി ഉണ്ടല്ലോ. അത് ശിവ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എടുത്തിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്കെല്ലാവർക്കും അത് ഭീകര കോമഡി ആയിരുന്നു. ആ ഉദ്ദേശിച്ച സാധനം വർക്കായിരുന്നെങ്കിൽ അത് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഏകദേശം അതിൻ്റെ സെയിം അവസ്ഥയാണ് ഈ സിനിമ. കംപ്ലീറ്റ് അങ്ങനെയാണ്. ആ ഒരു പാട്ടിൻ്റെ പോർഷൻ കാണിക്കുന്നതിൻ്റെ അതേപോലെ ശിവ ഭയങ്കര സീരിയസ് ആയിട്ട് കുറേ എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു വെച്ച് ഒന്നും ഒരു ഇമോഷനും കാണുന്ന ആൾക്കാർക്ക് കണക്റ്റ് ആവുന്നുമില്ല എന്ന് മാത്രമല്ല, തല പൊളിയുന്ന പോലത്തെ സംഭവം. ബഹളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി ബഹളമെന്നറിയാം. പിന്നെ സൂര്യയുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യത്തിൽ സങ്കടമുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി, പ്രമോഷന് വേണ്ടി നടന്ന നടത്തം തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ സൂര്യയോട് ഭയങ്കര സഹതാപം തോന്നും. അത് മാത്രമല്ല, ഈ സിനിമ എടുത്തു വെച്ചിട്ടാണ് ഇമാതിരി കോൺഫിഡൻസിൽ സൂര്യ എല്ലാവരോടും ഒന്ന് സംസാരിച്ചിരുന്നെന്ന് ആലോചിക്കുമ്പോൾ കഥയുടെ കാര്യമൊന്നും പിന്നെ പറയണ്ട. ഈ മഗധീര ഒരു 100 സിനിമകൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും. അതിലെല്ലാം ഉള്ള പോലെ പ്രസൻറ്റിലെ ഒരു സംഭവം അതുപോലെ പാസ്റ്റിലേക്ക് പോകുന്നു, ഇത് രണ്ടും തമ്മിൽ കണക്റ്റ് ആവുന്നു, അത് നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. പക്ഷേ പ്രസൻറ്റിലെ സംഭവം നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നില്ല, പാസ്റ്റിലെ സംഭവം നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. കാണിക്കുന്നത് ഒന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ പരിപാടിയാണ്. ബാഹുബലിയുടെ ഇൻസ്പയർ ആയിട്ടുള്ള പോലത്തെ യുദ്ധത്തിൻ്റെ പരിപാടി, പിന്നെ സിംഗപ്പെണ്ണ് പരിപാടിയുണ്ട്, പിന്നെ തങ്കപ്പെണ്ണ് പരിപാടി, പിന്നെ അച്ഛൻ മകൻ പാസം, എന്തൊക്കെയോ കുറേ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാനോ സഹിക്കാനോ പറ്റാത്ത പോലെ ഒരു അവസ്ഥ. എനിക്ക് അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരു സിനിമ കണ്ടിട്ട് ഇത്രയും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇറങ്ങി വരേണ്ടി വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഗോട്ടിൻ്റെ ടൈലൻഡ് കണ്ട സമയത്ത് നമ്മൾ വിചാരിക്കും എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്നുള്ളൊരു തോന്നി. ഈ സിനിമയുടെ ടൈലൻഡും പണ്ടാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗോട്ടിൻ്റെ ടൈലൻഡ് ഇത് വെച്ച് നോക്കുമ്പോൾ അത് എത്ര ഭേദമായിരുന്നു എന്ന് തോന്നും. ഇതൊക്കെ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടി ഇത് ഒരു വിധത്തിൽ സിനിമ ഒന്ന് അവസാനിച്ചല്ലോ എന്ന് വിചാരിക്കുമ്പോൾ മറ്റേ വിക്രമിൽ റോളക്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ പുതിയൊരു വില്ലൻ്റെ ഇൻട്രൊഡക്ഷൻ. ആ വില്ലൻ ആരാന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും ഊഹിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അതിനും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ സാധാരണ ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് 2 ദിവസമൊക്കെ അത് മനസ്സിൽ നിൽക്കും. പക്ഷേ ഈ സിനിമ 2 ദിവസം നമ്മുടെ തലയിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരു സിനിമയ്ക്ക് കയറിയിട്ട് ഇറങ്ങി ഓടാൻ തോന്നിയിട്ടില്ല. പഴയ സംഭവങ്ങളൊക്കെ ഭയങ്കര സെറ്റായിട്ട് എടുത്തു വെച്ചിട്ട് പ്രസൻറ്റിലെ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ സൂര്യയാണല്ലോ, മസിൽമാൻ ആണല്ലോ, സൂര്യ ഫിറ്റ്നസിൻ്റെ ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ പ്രായത്തിൽ സൂര്യയുടെ ഒരു 6 പാക്ക്, അത് VFX ആണെന്ന് കണ്ടാൽ മനസ്സിലാവുകയില്ല. അത്രയും ഒറിജിനാലിറ്റിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു 6 പാക്ക്. സൂര്യ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറയുക കൂടി ചെയ്തിരുന്നു, ഇനി 6 പാക്കൊന്നും ഞാൻ പഴയതുപോലെ ഒന്നും എപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഹെൽത്തി അല്ല എന്നൊക്കെ പറഞ്ഞു. ഇനി ചെയ്യേണ്ടിയും വരില്ല, കാരണം ഇതുപോലത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ. VFX ചെയ്തിട്ട് ചെയ്യാനാണെങ്കിൽ ഇനി ആർക്കും 6 പാക്കൊന്നും ചെയ്യേണ്ടി വരില്ല. പ്രഭാസൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ VFX ഉള്ളതുകൊണ്ട്
ഇപ്പോഴും സിക്സ് പാക്ക് ആണെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സൂര്യയെ കൊണ്ടും ചെയ്യിപ്പിച്ചു ആ സിക്സ് പാക്ക്. ഇത് അജിത്തിന് നിന്നാൽ പിന്നെ ഇതിനേക്കാൾ നല്ല ബോഡി വേഗത്തിൽ കൊടുക്കായിരുന്നില്ലേ? ഈ VFX ചെയ്യാനായിരുന്നെങ്കിൽ ഇത്ര കാശ് എന്നല്ല, ശിവയുടെ കയ്യിൽ എന്ത് തന്നെ കൊണ്ടു കൊടുത്താലും ശിവയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതൊക്കെ ഉള്ളൂ എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ അടുത്ത ശിവയുടെ പടത്തിൽ ആരാണ് തല വയ്ക്കാൻ പോണതെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. തിയേറ്ററിൽ പോയി കാണുന്നത് കാണാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ സൗകര്യം. പക്ഷേ ഉറപ്പായിട്ടും ഒരു പാരസെറ്റാമോളോ ഡോളോ എന്തെങ്കിലും കയ്യിൽ വെച്ച് പോവുക. അവിടെ ചെന്ന ശേഷം പിന്നെ ഇതൊക്കെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ കിട്ടാൻ പാടായിരിക്കും. കുറേ കാലങ്ങളായിട്ട് സൂര്യയ്ക്ക് നല്ലൊരു സൂപ്പർ ഹിറ്റ് സിനിമയും ഇതൊന്നും ഇല്ലാത്തതാണ്. അങ്ങനത്തെ സൂര്യയെ ആൾക്കാരെ കൊണ്ടൊക്കെ ഇത് സൂര്യയുടെ മടങ്ങി വരവാണ്, തിരിച്ചു വരവാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് എല്ലാവരും തിയേറ്ററിലെത്തിച്ച് സൂര്യനെയും കാണാൻ പോയ നമ്മളെയും ഒരേപോലെ പറ്റിച്ചു. ശിവ, ചിറുത്തൈ ശിവ, ഇറ്റ്സ് എ ചിറുത്തൈ ശിവ മൂവി. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട.